എതിരെ നിൽക്കുന്നവർ അതിഭീകരന്മാരാണ്, ഭീകരമായ വ്യവസ്ഥയിലുള്ള ആൾക്കാരാണ്. പണമുണ്ട്, ജനസ്വാധീനമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, സാമൂഹിക സ്വാധീനമുണ്ട്, എല്ലാം അവർക്ക് തികഞ്ഞിരിക്കുന്ന ആളുകളാണ്. ഇപ്പുറത്ത് നിൽക്കുന്നവരോ ദാവീദും ഗോലിയാത്തും പോലെയാണ്. പണമില്ല, ജനമില്ല, സംഘടനയില്ല, പ്രസ്ഥാനത്തിൽ ഒന്നുമില്ല അവരുടെ കയ്യിൽ. വട്ടപൂജ്യമാണ് അവർ. സത്യം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ഈ രാഷ്ട്രീയ നേതാക്കളെ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും മധ്യമപക്ഷമാണെങ്കിലും ഇവരെല്ലാവരും ചിന്തിക്കുന്നത് മെത്രാൻ പറഞ്ഞാൽ ഈ ജനം മുഴുവനും വരിയായിട്ട് നിന്ന് വോട്ട് ചെയ്യുന്നതാണ്. പറയൂ, ചരിത്രത്തിൽ എവിടെയാണ് ഈ കാലത്ത് ഒരു മെത്രാൻ പറഞ്ഞതിന്റെ പേരിൽ 10 വോട്ട് കെട്ടിക്കാൻ നിങ്ങൾ എന്നോട് പറയൂ. എന്തുകൊണ്ടാണ് 13 പ്രാവശ്യമല്ല 13,000 പ്രാവശ്യം അതിക്രമത്തിന് വിധേയമായാലും കോടതിയിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ പോകരുത് എന്ന് എനിക്ക് ഈ ജനത്തോട് വിളിച്ചു പറയണമെന്നൊരു സ്ത്രീ പറയുന്നതിന്റെ അവസ്ഥ എന്താണ്? വിചാരണ, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ കോടതി ലക്ഷ്യം എന്ന് പറയുന്ന ഒരു നിയമക്കെടുത്ത് മാറ്റിക്കളയേണ്ട കാലമാണ്. കാരണം ഇവിടുത്തെ പ്രധാനമന്ത്രിയെ, പ്രസിഡന്റിനെ ഒക്കെ നിങ്ങൾക്ക് വിമർശിക്കാം. എന്തുകൊണ്ട് ഒരു ജഡ്ജിക്ക് മാത്രം ഒരു ഇമ്മ്യൂണിറ്റി? സ്വീഡനിലെ എൻ്റെ ഒരു സുഹൃത്ത് അനിച്ചേട്ടൻ അവിടെ ചെന്ന് ഇവിടുത്തെ ജയിലിൽ ചെന്നിട്ട് അനിച്ചേട്ടൻ പറഞ്ഞ അച്ഛാ ജയിലൊക്കെ കാലിയാണ്. അപ്പം ഞാൻ പറയാം അവിടുത്തെ പള്ളിയിലൊന്ന് ചെന്ന് നോക്ക്, അപ്പോൾ പള്ളിയും കാലിയാണ്. ഇത് രണ്ടും ഭയങ്കര ബന്ധമാണ്. പള്ളി കാലിയാണെങ്കിൽ ജയിലും കാലിയാണ്, പള്ളിയിൽ ആളുണ്ടെങ്കിൽ ജയിലിൽ ആളുണ്ടാവും. ഈ സഭ വലിയൊരു തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കുർബാന വിഷയം ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഭൂമി കച്ചവടത്തിൻ്റെ വിഷയം ആലോചിച്ച് നോക്കുക, ഈ ഫ്രാങ്കോ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അന്ധവിശ്വാസം, ഒരു തരത്തിൽ യുക്തിയില്ലാത്ത വിശ്വാസം, അടിമത്ത മനോഭാവത്തോടുള്ള വിശ്വാസം, ഇതാണ് ഈ പൗരോഹിത്യത്തിൻ്റെ ക്രിമിനാലിറ്റിക്ക് കാരണം. ഏതെങ്കിലും സമുദായത്തെ നർക്കോട്ടിക് ജിഹാദെന്നോ ലവ് ജിഹാദോ എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. ഒരു 15 വർഷം മുമ്പ് മറ്റൊരു സമുദായത്തെ അങ്ങനെ ഭത്സിക്കുന്ന ഒരു മെത്രാനെ നമുക്ക് കാണാൻ പറ്റും. ഒരു മത നേതൃത്വം സംഘടനകളൊക്കെ ഉണ്ടല്ലോ, എത്ര പ്രത്യക്ഷത്തിലാണ് വർഗീയത പറയുകയും വെനമസായിട്ട് ഇങ്ങനെ എന്താ പറയുക വർഗീയത പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന, അതൊക്കെ ഇപ്പൊ സഭാ നേതൃത്വം അറിയുന്നില്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണോ? പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടല്ലോ അവർക്ക്. കേരളത്തിൽ ഈ വർഗീയത തീവ്രമാകുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കത്തോലിക്ക സഭയുടെയും അപജയമാണെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ സ്പിരിച്വലാണ്, നിങ്ങൾ ആത്മീയനാണ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കലാണ്. നിങ്ങൾ പൊളിറ്റിക്കലായാൽ നിങ്ങൾ സ്പിരിച്വലാണ്. അത് ഓട്ടോമാറ്റിക്കാണ്. പൊതുസമൂഹത്തിനകത്ത് ഇപ്പൊ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്ക് പല പല രീതിയിൽ നടക്കാറുണ്ട്. റേപ്പ് കേസുകൾ, പ്രതികാരത്തിന് വേണ്ടി നടത്തുന്ന റേപ്പുകളുണ്ട്. അതല്ലാതെ ഒരു പെർവേർഷന്റെ ഭാഗമായിട്ട് നടത്തുന്ന റേപ്പ് ഇൻസിഡൻസ് കേസുകളുണ്ട്. ക്രിമിനാലിറ്റി, അട്രോസിറ്റി, അതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെയുള്ളത് പ്രണയം എന്ന് പറയുന്ന ഒരു സംഗതി നടിച്ച് കൃത്യമായ സെക്ഷൽ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളുടെ വൾണറബിലിറ്റിയെ ഉപയോഗപ്പെടുത്തുന്ന, മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന സെക്ഷൽ അതിക്രമങ്ങളുണ്ട്. അവിടെയൊക്കെ ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് പലതരത്തിൽ അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കുറേ വർഷങ്ങളെടുക്കും എനിക്ക് സംഭവിച്ചത് എന്താണ് എന്ന് ഒരു റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്ന സ്ത്രീ ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്ന അക്രമികളെ ഇവർ പുറത്ത് പറയില്ല എന്ന് ധൈര്യപ്പെടുത്തുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു തരത്തിലും. പിന്നെ ഒരു ലൈംഗിക അതിക്രമത്തെ സ്ത്രീകൾ കാണുന്നതും ഒരു പലതരത്തിലുള്ള അപമാനമായിട്ടാണ്. അതിനെ മറികടക്കുക എന്നുള്ളത് നമുക്ക് പ്രസംഗിക്കാം എന്നല്ലാതെ എളുപ്പമുള്ളൊരു കാര്യമില്ല. അപ്പൊ ഈ സഭയ്ക്കകത്ത് ഒരുപാട് ലൈംഗിക അതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സന്ദർഭത്തിൽ അച്ഛന്മാരെന്ന് പറയുന്നത് അതില് പ്രതികളാക്കപ്പെടുന്ന ഒരു പുരോഹിതരും കൂടിയിട്ടാണല്ലോ. ഇവർക്ക് ഇതിനുള്ള സാഹചര്യം, അല്ലെങ്കിൽ ഇവര് എന്തൊക്കെ തരത്തിലുള്ള ലൈംഗിക അതിക്രമ കേസുകളാണ് സഭയ്ക്കകത്ത് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കൂടി ചോദിക്കാൻ ഞാൻ. അങ്ങനെ ഒരു വ്യക്തമായൊരു ഡേറ്റ ഒരു പക്ഷേ അങ്ങനെ യൂറോപ്പിലൊക്കെ അമേരിക്കയിലൊക്കെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ പല രൂപതകൾ അന്വേഷണം നടത്തുകയും പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അവരങ്ങനെ പരസ്യമാക്കണം എന്ന് തന്നെ യൂറോപ്പിലും അമേരിക്കയിലും അവർ ബിഷപ്പ് കോൺഫറൻസുകൾ തീരുമാനിച്ചു. കാരണം അതിനെ ശുദ്ധീകരിക്കാൻ ഇതേ മാർഗമുള്ളൂ. ദ ബെസ്റ്റ് ഡിസ്ഇൻഫെക്ഷണർ ഈ സൺലൈറ്റ് എന്ന് പറയും. രോഗകാരികളെ രോഗാണുക്കളെ കൊല്ലാൻ ഏറ്റവും നല്ലത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശത്തിലേക്ക് വിടുക. അതാണ് മാർപ്പാപ്പ 2019 ലെറ്റർ ടു ദ പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻസൈക്ലോപ്പീഡിയ, ഒരു ലെറ്റർ തന്നെ എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. 100-ൽ ഒരാളാണ് തെറ്റ് ചെയ്തെന്നിരിക്കെ
അയാളെ പരസ്യമായ വിചാരണയ്ക്ക് വിധേയമാക്കണം. അത് മറച്ചു വെക്കരുത്, കവറപ്പ് ചെയ്യരുത്, പൂടി വെക്കരുത് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അപ്പോൾ ഈ സഭാ സമൂഹത്തിൽ ഒരുപക്ഷെ കേരളത്തിലോ ഇന്ത്യയിലൊന്നും അത്തരത്തിലുള്ള പഠനങ്ങൾ വന്നിട്ടില്ല. ഇപ്പൊ അമേരിക്കയിലും ഫ്രാൻസിലൊക്കെ വന്നിട്ടുണ്ട്, സഭയെ തുറന്നു വിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കൊടുങ്കാറ്റുകളായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സഭാവിശ്വാസികൾക്ക് സഭാവിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഒരുപക്ഷെ സംജാതമായിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും ഇവിടുത്തെ മെത്രാൻ സമിതികളും CBCI, KCBC തുടങ്ങിയിട്ടുള്ള മെത്രാൻ സമിതികൾ തീരുമാനിക്കേണ്ടത് ഞങ്ങൾ അങ്ങനെ ഒരു പഠനം നടത്തണം, അങ്ങനെ പഠനം നടത്തി ആ ഡേറ്റ പുറത്തു വിടണം എന്നാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിച്ചാലാണ് ഒരു പക്ഷേ പുതിയ കാലത്ത് ചെറുപ്പക്കാർ. ഇപ്പൊ ഞാൻ ഈ സമരം കഴിഞ്ഞ് കോട്ടയത്ത് വെച്ച് ഒരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ പോസ്റ്ററുകൾ ഞങ്ങൾ കോട്ടയം വൈക്കം തുടങ്ങി കോട്ടയം വരെ ഞങ്ങൾ പതിപ്പിക്കുകയാണ്. അപ്പോൾ അന്ന് അതിന്റെ ഭാഗമായി ആ പോസ്റ്റർ ഒട്ടിക്കുന്നതിന്റെ ഭാഗമായി കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ രാത്രി കോൺഗ്രസ്സുകാരായ ആളുകൾ, ഏതോ കോൺഗ്രസ് നേതാവ്, രാത്രി 12 മണിക്കാണ് കോൺഗ്രസ് നേതാവ് അവിടെ വന്ന് പോയി. അവർ കുറെ കോൺഗ്രസ്സുകാരുണ്ട്, കുറച്ചു പേർക്ക് എന്നെ മനസ്സിലായി. ഞങ്ങൾ പോസ്റ്റർ ഒട്ടിക്കാൻ തങ്കച്ചൻ, ആദിവാസി ഗോത്രമഹാസഭയിലെ തങ്കച്ചൻ ചേരുന്നുണ്ട്, CT തങ്കച്ചൻ ഞാനും ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച് നിൽക്കുക. അപ്പൊ എന്നെ കണ്ട് അവിടുത്തെ കുറെ ആളുകൾ, അവർ ആ ഇടവക്കാർ, കടുത്തുരുത്തി ഇടവക്കാരാണ്. അപ്പൊ അതിൽ മുതിർന്ന ഒരാൾ വന്നിങ്ങനെ എന്നോട് വന്ന് സംസാരിക്കുക, സമരത്തെ പറ്റിയും സമരത്തിന്റെ കാര്യങ്ങളെ പറ്റി ഞങ്ങൾ കൈകാര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ഓടി എന്നെ കണ്ടിട്ടും വർത്തമാനം പറയാൻ ഓടി വരികയാണ്. അപ്പൊ മുതിർന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ മകൻ, ഈ മകൻ സംഭാഷണത്തിൽ ചോദിക്കുക, അപ്പൊ ഈ കടുത്തുരുത്തി ഈ പ്രദേശത്ത് ഈ ചെറുപ്പക്കാർ പള്ളിയോട് യാതൊരു താല്പര്യമില്ല എന്നുള്ള കാര്യം അപ്പൻ അറിയുമോ എന്ന് ചോദിക്കുക. അപ്പൊ അപ്പൻ ഞെട്ടി ഈ മകനെ നോക്കിയാ, മോനെ അങ്ങനെയൊന്നും പറയില്ല മോനെ, ഇതൊരു സംഭവം. പക്ഷെ അതിനെ വെച്ച് നമ്മൾ മൊത്ത സഭയെ നമ്മൾ അങ്ങനെ താറടിക്കരുത് എന്നൊക്കെ ഉപദേശിക്കാൻ തരണം. അപ്പാ പഴയ കാലം നിങ്ങൾ നിർബന്ധിക്കുന്നത് കൊണ്ട് നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനാണ് ഞങ്ങൾ പള്ളിയിൽ വരുന്നത്. ഞങ്ങൾക്ക് പള്ളിയിലും ഈ പട്ടക്കാരനുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. ഒരു കാര്യം ഈ സഭാ നേതൃത്വം മനസ്സിലാക്കേണ്ടത്, പുതിയ കാലത്ത് ഈ പുതിയ തലമുറയിലെ കുട്ടികൾ വളരെ ലോജിക്കായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരാണ്. അവര് പള്ളിയോട്, പട്ടക്കാരനോട്, മതത്തോട്, കക്ഷി രാഷ്ട്രീയത്തോട് അവരങ്ങനെ ഭയങ്കര കൂറുള്ള ആൾക്കാർ. കാരണം അവർ നേതൃത്വത്തെ, നേതാക്കളെയും പൗരോഹിത്യത്തെ എല്ലാം അവരുടെ ഉള്ളിൽ വിലയിരുത്തണം. അവര് മുദ്രാവാക്യം വിളിച്ചോ സമരമായിട്ടൊന്നും നമ്മുടെ മുമ്പിൽ വരില്ല, പക്ഷെ അവർക്ക് അവരുടെ വിലയിരുത്തലുകളുണ്ട്. അപ്പൊ ആ കുട്ടികളോട്, ഈ പുതിയ കാലത്തോട് സഭയ്ക്ക് സംവദിക്കണം എന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് അവരോട് പെരുമാറണം, സത്യമായ കാര്യങ്ങൾ പറയണം. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ തെറ്റ് സംഭവിച്ചു, ക്ഷമിക്കണം, പൊറുക്കണം, ഇത് പറഞ്ഞാൽ മതി. അത് മനുഷ്യർക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് അതെ, ഈ ഒന്നാലോചിക്കണം, ഈ ബ്രഹ്മചര്യത്തിന് ജനങ്ങളോട് കുമ്പസാരിക്കണം, തെറ്റേറ്റു പറയണം. എനിക്ക് തെറ്റ് പറ്റി, ഞാനൊരു പാപി, എനിക്ക് ഒരു ദുർബലമായ നിമിഷത്തിൽ എനിക്കത് പറ്റി. അല്ലെങ്കിൽ സഭാ സംവിധാനം പഠനം നടത്തി ഇത്രയും കണക്കുകൾ പുറത്തു വിടണം. വൈദികർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വൈദികർക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വൈദികർക്ക് ക്രിമിനാലിറ്റി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മെത്രാന്മാർക്ക് ക്രിമിനാലിറ്റി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാവണം. അങ്ങനെ മാപ്പ് പറഞ്ഞാലാണ് യൂറോപ്പിൽ സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കാതിരിക്കൂ. പെട്ടെന്ന് ഇപ്പൊ മെത്രാന്മാരും അച്ഛന്മാരൊക്കെ വിചാരിക്കുന്നത് ആയിരക്കണക്കിന് ജനങ്ങൾ ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്നുണ്ട്. എന്താ കാരണം ഇപ്പോ അവർക്ക് ജീവിതത്തിൽ താങ്ങുകളില്ല. നല്ല ചികിത്സ കിട്ടാൻ ഒരു ദിവസം പള്ളിയിൽ ഞാനൊരു ദിവസം പറഞ്ഞു, ഒരു പക്ഷേ പിണറായി വിജയൻ, നരേന്ദ്രമോദി ഒക്കെ ചെയ്തു തരേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണത്. എന്താണ്? എനിക്ക് ചികിത്സ തരണേ, എനിക്ക് നല്ല ജോലി തരണേ, എൻ്റെ കല്യാണം നടത്താൻ പറ്റണേ, എനിക്ക് നല്ല ഭക്ഷണം തരണേ. ഇത് ആര് തരേണ്ടത്? ദൈവം തരേണ്ടതല്ല. അവർ നിങ്ങൾക്ക് തരുന്ന ദിവസം അവർ തരാൻ നിങ്ങൾക്ക് പറയാം. നല്ല ചികിത്സ തരാൻ, നല്ല വിദ്യാഭ്യാസം തരാൻ, നല്ല ജോലി തരാൻ, നല്ല റിട്ടയർമെന്റ് ആനുകൂല്യം തരാൻ ഈ ഗവൺമെന്റ് പരാജയപ്പെടുന്നു, ഈ ഗവൺമെന്റുകൾ പരാജയപ്പെടുന്നു, രാഷ്ട്രീയ വ്യവസ്ഥ പരാജയപ്പെടുന്നു. സ്വീഡനിലെ എൻ്റെ ഒരു സുഹൃത്ത് ആനണി ചേട്ടൻ, അദ്ദേഹത്തിന്റെ മകൾ സ്വീഡനിലെ നയതന്ത്ര വിഭാഗത്തിലാണ്. അപ്പോൾ ആനണി ചേട്ടൻ അവിടുത്തെ ജയിലിൽ ചെന്നിട്ട് ആനണി ചേട്ടൻ പറഞ്ഞ, അച്ഛാ ജയിലൊക്കെ കാലിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അവിടുത്തെ പള്ളിയിലൊന്ന് ചെന്ന് നോക്ക്, അപ്പൊ പള്ളിയും കാലിയാണ്. ഇത് രണ്ടും ഭയങ്കര ബന്ധ. പള്ളി കാലിയാണെങ്കിൽ ജയിലും കാലിയാണ്, പള്ളിയിൽ ആളുണ്ടെങ്കിൽ ജയിലിൽ ആളുണ്ടാവും. ഇത് ഞാൻ പള്ളിയെ പറ്റി പറയുമ്പോൾ മതം എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വാധീന ശക്തിയായിട്ട് മാറുന്നത്? നിങ്ങൾക്ക് താങ്ങുകളില്ല. രാഷ്ട്രീയമായി നിങ്ങൾക്ക് നല്ല ചികിത്സയും നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസവും നല്ല സൗകര്യങ്ങൾ നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾ ഈ പള്ളിയുടെ പുരോഹിതന്റെ പിന്നാലെ നടക്കില്ല. ഇതിന്റെ പിന്നാലെ പോകുന്നത് ഇന്ന് ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥ, ഇവിടുത്തെ ഭരണകൂടങ്ങൾ ദയനീയമായി പരാജയപ്പെടുക. ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഒന്ന് ചെന്ന് നോക്കൂ, എത്ര ഭീകരമാണ്. അവിടെ
അവിടുത്തെ ആ മെഡിക്കൽ കോളേജിനെ പറ്റി ഗംഭീരമായിട്ട് നമ്മുടെ ഡോക്ടർ ഒരാൾ പറഞ്ഞല്ലോ. അതെ. ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥ, ഇവിടുത്തെ ഭരണകൂടങ്ങൾ ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ളത് നൽകാതിരിക്കുന്ന ഒരു വ്യവസ്ഥയിലാണ്. ഇപ്പൊ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, യൂറോപ്പിലും ജനങ്ങൾക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അക്കൗണ്ടിൽ പൈസ വരും, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് ജീവിതത്തിൽ നല്ല ജീവിതത്തിൽ നന്നായി മാന്യം അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള ഘടകങ്ങൾ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് എന്താ അവർക്ക് ഈ പള്ളിയുടെ പട്ടക്കാരന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒരു വ്യവസ്ഥ ഇവിടെ വന്നാൽ ഈ ജനങ്ങൾ പിന്നെ പള്ളിയിൽ വരുമോ? അവർ അങ്ങനെ ആ കാലത്തും പള്ളിയിൽ വരണമെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം? നമ്മൾ സുതാര്യമായ ഒരു ജീവിതത്തിനുടമയായിരിക്കണം, സുതാര്യമായ ജീവിതത്തിനുടമയായിരിക്കണം, സത്യസന്ധമായ ജീവിതത്തിനുടമയായിരിക്കണം, യേശുവിൻ്റെ മൂല്യത്തിൽ ജീവിക്കുന്ന ഒരു പുരോഹിത വർഗമായി, പുരോഹിത നേതൃത്വമായിട്ട് നമ്മൾ മാറണം. അങ്ങനെയാണെങ്കിൽ ഈ ചെറുപ്പക്കാർ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് ചെറുപ്പക്കാർ തിരിച്ചു വന്നു. കാരണം ആ മനുഷ്യൻ, അയാളുടെ വാക്കുകൾ, അയാളുടെ ജീവിതം ഈ ചെറുപ്പക്കാരോട്, പുതിയ തലമുറയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജീവിതമായിരുന്നു. അതിനൊരു സുതാര്യതയുണ്ട്, അതിനൊരു നേരുണ്ട്, ഒരു നേർമയുണ്ട്. പുതിയ കാലത്തെ പുതിയ മാർപ്പാപ്പയും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം അധികം സംസാരിക്കുന്നില്ല, പക്ഷേ നിലപാടുകളിൽ കാർക്കശ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാവങ്ങളുടെ പക്ഷം പിടിക്കേണ്ടത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ പോരാ, അതെൻ്റെ കടമയാണ്, എൻ്റെ ബാധ്യതയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണെന്ന ലിബറേഷൻ തിയോളജിയുടെ ആ വലിയ ദർശനം ഉള്ളിൽ സൂക്ഷിക്കുന്ന മനുഷ്യനായിട്ടാണ് പുതിയ കാലത്തെ മാർപ്പാപ്പയെ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സഭ അത് പുതിയ തലമുറയോട്, കുഞ്ഞുങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശേഷിയുള്ള സഭയായിരിക്കും. മതേതരമായ, ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു പ്രസ്ഥാനമാണ് സഭ. ആ സഭ ഇവിടെ ഉണ്ടാകണം. അത് മതത്തിന് അതീതമായി, ജാതിക്ക് അതീതമായി. ഏതെങ്കിലും സമുദായത്തെ നർക്കോട്ടിക് ജിഹാദെന്നോ ലവ് ജിഹാദോ എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 15 വർഷം മുമ്പ് മറ്റൊരു സമുദായത്തെ അങ്ങനെ ഭത്സിക്കുന്ന ഒരു മെത്രാനെ നമുക്ക് കാണാൻ പറ്റും. 20-25 വർഷം മുമ്പ് നമ്മുടെ സിനിമകളിലുള്ള വൈദികരുടെ രൂപങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബ്രഗയിലുള്ള ഒരു അച്ഛൻ, അല്ലെങ്കിൽ മോഹൻലാലിനെ തിലകൻ സാറ് കണക്കാണ് ഈ ഭൂഗോളത്തിൽ എന്ന് പറയുന്ന ആ സിനിമയുണ്ടല്ലോ, ആ സിനിമയിലുള്ള ഒരു അച്ഛനുണ്ട്. ഈ അച്ഛന്മാരൊക്കെ ഭയങ്കര ജനകീയമായ വൈദികരാണ്. പക്ഷെ പുതിയ കാലത്തെ വൈദികർ അങ്ങനെയല്ല. അതെന്തുകൊണ്ടാ? റോബിൻ സംഭവം അവിടെയുണ്ട്, കുട്ടിയെ പീഡിപ്പിച്ച അച്ഛൻ. ഈ മെത്രാൻ, ഈ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച മെത്രാൻ. 25 വർഷം മുമ്പ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വൈദികന്റെ സിനിമകളിൽ കാണാൻ പറ്റില്ല. മനുഷ്യരുടെ മനസ്സിലുള്ളത് എല്ലാത്തിനും അതീതമായിട്ട് നിൽക്കുന്ന, ജനകീയമായ, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദിക സമൂഹത്തെയാണ് ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ജാതി പറയുന്ന, വർഗീയത പറയുന്ന, മുസ്ലിം സമുദായത്തെ ബത്സിക്കുന്ന ഒരു മത നേതൃത്വം, സംഘടനകളൊക്കെ ഉണ്ടല്ലോ. എത്ര പ്രത്യക്ഷത്തിലാണ് വർഗീയത പറയുകയും വെനമസായിട്ട് ഇങ്ങനെ എന്താ പറയാ വർഗീയത പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന, അതൊക്കെ ഇപ്പൊ സഭാ നേതൃത്വം അറിയുന്നില്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണോ? പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടല്ലോ അവർക്ക്. അതുകൊണ്ടാണല്ലോ അവർ എങ്ങനെ ഒന്നാലോചിച്ച് നോക്ക്. സഭ എന്ന് പറയുന്നത് ഒരു മെത്രാന്റെ തറവാട്ടുകാരിയാണെന്ന് പറഞ്ഞത്. മെത്രാനാണ് സഭ. മെത്രാൻ എവിടെയാണോ അവിടെയാണ് സഭ. ഇതാണ് തിയറി, അതാണ് പ്രാക്ടീസ്. അങ്ങനെ സഭയ്ക്കുള്ളിൽ ഇത്രയും തീവ്രമായ ഒരു തീവ്രവാദം ഇങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് മെത്രാൻ സമൂഹം എങ്ങനെ പറയാൻ പറ്റും? കർശനമായിട്ട് അല്ല, അവർക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നത് കൊണ്ടാണല്ലോ അവർ വളരുന്നത്. സഭയിൽ പിന്തുണ ഇല്ല. അപ്പൊ അവരുടെ പിന്തുണ നഷ്ടപ്പെടുന്ന ആശയപരമായി പുതിയൊരു കാഴ്ചപ്പാട് സഭാ സമൂഹത്തിന് കൊടുക്കണം. എല്ലാ സമുദായങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും തീവ്രമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. അതിന് പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ പേരില്ല. എല്ലാ വിഭാഗത്തിലുണ്ട് തീവ്രമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യർ. പക്ഷെ അത് മിനിസ്യൂൾ മൈനോറിറ്റിയാണ്. മൈനോറിറ്റിയുടെ ആളുകളാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. അവർക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം വർദ്ധിച്ചു വരുമ്പോഴാണ് അവർ വളരുന്നത്. ഈ സാഹചര്യങ്ങളെയാണ് ഇല്ലാതാക്കേണ്ടത്. ഒരുപക്ഷെ കേരളത്തിൽ ഈ വർഗീയത തീവ്രമാകുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കത്തോലിക്ക സഭയുടെയും അപജയമാണെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും അതിഭീകരമായ അപജയത്തിലാണ്, കോംപ്രമൈസുകളാണ്. അവർ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളായിട്ട് മാറുകയാണ്, കച്ചവട കേന്ദ്രങ്ങളായിട്ട് മാറുകയാണ് രണ്ട് പ്രസ്ഥാനങ്ങളും. ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ ഇവിടെ വേണം, സംശയമില്ല. അത് വർഗീയത തടഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടാകണം. അതിനെ നശിപ്പിക്കാനല്ല ഞാൻ ഇത് പറയുന്നത്. ഈ പ്രസ്ഥാനങ്ങൾ അതിന്റെ വേരുകളിലേക്ക്, ഉറവിടങ്ങളിലേക്ക്, യഥാർത്ഥ ദർശനങ്ങളിലേക്ക്, കാഴ്ചപ്പാടിലേക്ക്, അടിസ്ഥാനങ്ങളിലേക്ക് ഇവർ തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വന്നാൽ
ഈ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റലുകൾ, ഈ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽ. ഇപ്പം ലിസി ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ പറയാറുണ്ട്. ലിസി ഹോസ്പിറ്റൽ നല്ല ചികിത്സ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, എറണാകുളത്ത് വമ്പൻ കച്ചവട കേന്ദ്രങ്ങളായിട്ട് മാറുകയാണ് ഈ ഹോസ്പിറ്റലുകൾ, ആതുര സേവന കേന്ദ്രങ്ങൾ. ഈ ആതുര സേവനങ്ങൾ ലിസി ഹോസ്പിറ്റൽ ദൗത്യം എന്താണ്? അതിൻ്റെ റേറ്റുകൾ, അതിൻ്റെ ചികിത്സയുടെ വില, അതിൻ്റെ അതൊരു നിലവാരത്തിൽ നിർത്താനുള്ള ഉത്തരവാദിത്തം ലിസി ഹോസ്പിറ്റലിനുണ്ട്. കത്തോലിക്ക സഭയ്ക്കുള്ള ഉത്തരവാദിത്തം അതാണ്. ആതുര സേവനം സൗജന്യമായി അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വില കുറച്ചുകൊണ്ട്, അതിൻ്റെ ചെലവ് കുറച്ചുകൊണ്ട് നിർത്താനുള്ള ഉത്തരവാദിത്തം ഈ പറയുന്ന കേന്ദ്രങ്ങൾക്കുണ്ട്. അപ്പോൾ സഭ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തം അത് വലുതാണ്. അത് വലുതാക്കി നിർത്താനുള്ള, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഏറ്റവും നല്ല വിദ്യാഭ്യാസം, നല്ല ആതുര സേവനം സഭയ്ക്ക് എന്ന് അത്രയും പണവും അത്രയും സംവിധാനങ്ങൾ സഭയ്ക്കുണ്ട്. അപ്പോൾ അത് ഈ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റാൻ സഭയ്ക്ക് കഴിയണം. അവിടെയാണ് സഭയുടെ പ്രസക്തി ഉള്ളത്. യേശു എന്ന് പറഞ്ഞ മനുഷ്യൻ പൂർണ്ണമായിട്ട് തന്നെ വലിച്ചെറിഞ്ഞ് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിഞ്ഞാൽ ഫലം പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞ യേശു തൻ്റെ ജീവിതത്തെ വലിച്ചെറിഞ്ഞത്, ആ വലിച്ചെറിയുന്ന അയാളാണ് അമരത്തിരിക്കുന്നത്. അവൻ്റെ ദർശനവും കാഴ്ചപ്പാടാണ് സഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത്, സഭാ നേതൃത്വത്തിന് ഉണ്ടായിരിക്കേണ്ടത്, അച്ഛന്മാർക്ക് ഉണ്ടാകേണ്ടത്, വൈദികർക്കും മെത്രാന്മാർക്കും ഉണ്ടാവേണ്ടത്. ഇങ്ങനെ പ്രമാദമായൊരു കേസാണ്, അതിനകത്തെ അതിജീവിതയാണ് അല്ലെങ്കിൽ നേതാവാണ്. പക്ഷേ അവരുടെ ഓരോ ദിവസത്തെയും ജീവിതം എന്ന് പറയുന്നത് സ്ട്രഗിളിങ്ങാണ്. ഓരോ ദിവസവും അവർക്ക് ഭക്ഷണം, വസ്ത്രം എന്ന് പറയുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്തത്രയും ദാരിദ്ര്യത്തിൽ അവർ കഴിയുന്നുണ്ട്. അവരതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അവരൊരു തയ്യലും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഏതൊരു മനുഷ്യനും ഇത്രയും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും, അതായത് ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്നുണ്ട്, പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പുരോഹിതരാണെങ്കിലും ജനങ്ങളാണെങ്കിലും. ഇപ്പൊ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അമ്മച്ചി ഭയങ്കര വിശ്വാസിയാണ്, ആഴത്തിലുള്ള വിശ്വാസിയാണ്. പ്രത്യേകിച്ച് അപ്പച്ചൻ മരിച്ച സമയത്ത് അമ്മച്ചിക്ക്, ഞാനാണ് മൂത്തത്, അമ്മച്ചിക്ക് വേറെ മാർഗങ്ങളില്ല. അമ്മച്ചിക്ക് ഒരു കൈത്താങ്ങായി, ഒരു പിടിവള്ളിയായിട്ടാണ് ഈ പള്ളി മാറിയത്. അപ്പോൾ അതിനുശേഷം അമ്മച്ചി പള്ളിയോട് ഭയങ്കര അടുത്തത്. പക്ഷെ എന്നോ സംസാരിക്കുന്ന സമയത്ത് ഭൂമി കച്ചവടത്തിലുള്ള ബിഷപ്പും ബലാത്സംഗ കേസുള്ള ബിഷപ്പൊക്കെ രക്ഷപ്പെടും. പക്ഷെ അമ്മച്ചി ഈ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്, നരകമുണ്ട്, സ്വർഗമുണ്ട്, പിന്നെ ശുദ്ധീകരണ സ്ഥലമുണ്ട്. അമ്മച്ചി ഒരു 10,000 വർഷം മിക്കവാറും ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കൂട്ടോ എന്ന് ഞാൻ അമ്മച്ചിയോട് പറയാം. തമാശക്ക് പറഞ്ഞാണ്, കാര്യമുണ്ട്. കാരണം നിങ്ങളുടെ അന്ധവിശ്വാസം, ഒരു തരത്തിലും യുക്തിയില്ലാത്ത വിശ്വാസം, അടിമത്ത മനോഭാവത്തോടുള്ള വിശ്വാസം, ഇതാണ് ഈ പൗരോഹിത്യത്തിന്റെ ക്രിമിനാലിറ്റിക്ക് കാരണം. ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പ്രാർത്ഥന ഞാൻ ഒരു പക്ഷേ എൻ്റെ വൈദിക സാമൂഹ്യ പ്രവർത്തന ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആഘാതമുണ്ടാക്കിയതാണ് കടമക്കുടിയിലിരിക്കുമ്പോൾ ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തു. 39 29 വയസ്സുള്ള 2 ദമ്പതിമാർ 2 കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊന്ന് അവർ ആത്മഹത്യ ചെയ്തു. അവർ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ നേരിട്ട് കാണുകയാണ്. പെട്ടെന്ന് എൻ്റെ സുഹൃത്ത് അരുൺ പെട്ടെന്ന് അച്ഛാ വാന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെല്ലുമ്പോൾ ആൾക്കാരെല്ലാവരും മുകളിലേക്ക് നോക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഓടിച്ചെല്ലുമ്പോൾ 2 ബോഡി അവിടെ തൂങ്ങിക്കിടക്കുക. 2 കുഞ്ഞുങ്ങൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന അവരുടെ അമ്മമ്മ അലറി വിളിച്ച് കരയുന്നു. ശരിക്കും നമുക്ക് ചെമ്പരത്തി പൂ വെക്കുക അല്ലെങ്കിൽ നമുക്ക് ബോധം പോവുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ചതാണെന്ന്. കുറച്ച് മാസങ്ങൾ എൻ്റെ ബോധം പൂർണ്ണമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ഉറങ്ങാൻ ചിലപ്പോൾ 2 മണിക്കൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ അവരില്ലാതാക്കിയത്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആ ഘട്ടത്തിൽ ഒരു ചെറിയൊരു പേഴ്സണൽ സർവേ നടത്തി. ഞാൻ ആ സമൂഹത്തിൽ, ആ കടമക്കുടി ഇടവയിലുള്ള 10-15 പേരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടായാൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ തകർച്ച, നിങ്ങളെ സങ്കല്പിക്കാനാവാത്തൊരു തകർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, സാമ്പത്തികമോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ മാനക്കേട് സംഭവിക്കുന്നു, അങ്ങനൊരു സംഭവം നടന്നാൽ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ നിങ്ങൾക്ക് ഉറപ്പ് പറയാം, നിങ്ങൾക്കൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അത് ഈ പള്ളിയും പട്ടക്കാരനും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുന്നവരിൽ നിന്ന് ഒരാളുടെ പേര് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? ഈ 15 പേരും നിശബ്ദമായിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയുള്ളൂ. അങ്ങനെ ഒരു പേരില്ല.
രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചത്, അങ്ങനെ നിങ്ങൾ അങ്ങനെ നിൽക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങൾ വിചാരിക്കുന്ന മറ്റൊരാളുടെ പേര്, അതായത് അഗസ്റ്റിൻ പട്ടോലി, അങ്ങനെ മറ്റൊരാൾ അങ്ങനെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പേര് ആദ്യമായിട്ട് ഓർക്കണം. അങ്ങനെ ഒരു ആളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ രണ്ട് ചോദ്യത്തിന് ഇവർക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. ഒരാളുടെ പേര് അങ്ങനെ സഭ ഇടവകയിൽ നിന്ന് പേര് പറയാനില്ല. ഞാൻ പിറ്റേ ദിവസം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഞായറാഴ്ച ഞാൻ ഈ പള്ളിയിൽ 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ഈ 2 ചോദ്യങ്ങൾ ഈ ഇടവകയിലുള്ള 10-15 പേരുള്ളൂ. അപ്പം അന്ന് അവിടെ ഷാജു എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഇരിക്കുന്നുണ്ട്. അവൻ ഈ പള്ളിയിൽ കുർബാനയ്ക്കിടയ്ക്ക് സഹായിയായിട്ട് നിൽക്കും. അത് മുതിർന്നവർ, രണ്ടാമത്തെ കുർബാനയ്ക്ക് ചെറിയ കുട്ടികളാണ് നിൽക്കുക. ഞാൻ ഷാജുവിനോട് ചോദിച്ചു, ഷാജു ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചത്, നീ ഉത്തരം പറഞ്ഞില്ലല്ലോ. ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ഈ ഇടവകയിൽ വിശ്വസിക്കാൻ കൊള്ളുന്ന ആരുമില്ല എന്ന് 15 പേര് എന്നോട് പറഞ്ഞു. അഗസ്റ്റിൻ പട്ടോലി പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഈ 15 പേര്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ 150-200 പേരുണ്ട്. ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരമുള്ളവരൊന്ന് കൈവക്കാൻ പറഞ്ഞു. ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരമുള്ള ആളുകൾ കൈവക്കും. ഞാനൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഉത്തരമില്ലല്ലോ. 3ാമത്തെ ചോദ്യം, നിങ്ങൾ എന്തിനാ ഈ പള്ളിയിലേക്ക് വരണേ? നിങ്ങൾ എന്തിനാണ് അയൽക്കാരനെ തന്നെ പോലെ തന്നെ അയൽക്കാരനെ, ദൈവസ്നേഹം, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവും, 1ാമത്തെ കൽപ്പന. എന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇത് രണ്ടും ഒന്നാണെന്ന് പഠിപ്പിച്ച, നിന്റെ സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ കാര്യം ഒന്നുമില്ല എന്ന് യേശു പഠിപ്പിച്ചിരിക്കുന്നതാണ്. ഇതാണ് ഏറ്റവും വലിയ കൽപ്പന. സഹോദര സ്നേഹം, സാഹോദര്യം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറഞ്ഞവന്റെ ശിഷ്യരാണ് നമുക്ക്. എന്നിട്ട് ജീവിതത്തിൽ ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളും ഇല്ല, നമ്മളെ വിശ്വസിക്കുന്ന ഒരാളും ഇല്ല എന്ന് നിങ്ങൾ 40 വർഷമായി, 50 വർഷമായി, 30 വർഷമായിട്ട് പള്ളിയും പട്ടക്കാരനും പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ആൾക്കാരാ എല്ലാ ഇടവക സമൂഹത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കന്യാസിമാർക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ സഭ വലിയൊരു തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കുർബാന വിഷയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഭൂമി കച്ചവടത്തിന്റെ വിഷയം ആലോചിച്ച് നോക്കുക. ഈ ഫ്രാങ്കോ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ എത്രയോ കന്യാസിമാരുടെ കണ്ണുനീര്, എത്രയോ ദൈന്യത അനുഭവിക്കുന്ന മനുഷ്യരുടെ കണ്ണുനീര് സമൃദ്ധമായിട്ട് ജീവിക്കുമ്പോൾ ഈ പൗരോഹിത്യവും ഈ മെത്രാന്മാരും സമൃദ്ധമായിട്ടാണ് അവർ ജീവിക്കുന്നത്. സഭാ സമൂഹത്തിലെ ഈ ആളുകളൊക്കെ അപ്പോൾ ഈ കണ്ണുനീര് കാണാത്തത് എന്തുകൊണ്ടാണ്? ഈ യേശു എന്ന് പറഞ്ഞ മനുഷ്യന്റെ മൂല്യം, സഹോദര സ്നേഹം, അയൽവക്കാരനോടുള്ള സ്നേഹം, ഇതൊരു മൂല്യമായി എന്നിൽ, എൻ്റെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും ആലേഖനം ചെയ്യപ്പെട്ടിട്ടില്ല, ഉൾച്ചേർന്നിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കുർബാനയിലുന്നുണ്ട്, ഞാൻ വചനം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ സഹോദര സ്നേഹം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായി. ഞാൻ ഒരു ദിവസം പള്ളിയിൽ പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള യേശുവിനെ കാണാതെയാണ് നിങ്ങൾ ഉടുത്തൊരുങ്ങി പള്ളിയിലേക്ക് വരുന്നത്. അവിടെ യേശു താമസിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത്. ഇത് പറയാൻ, ഇതാണ് ഏറ്റവും വലിയ മൂല്യമെന്ന് ഇവിടുത്തെ മെത്രാന്മാരോ വൈദികരോ ജനങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ പള്ളിയിൽ വരണ്ട, പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ നേർച്ച കാഴ്ചകൾ ഇടണ്ട, നിങ്ങൾ സഹോദരനെ സ്നേഹിച്ചാൽ മതി എന്നല്ലേ നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്? എത്ര പേര് പഠിപ്പിക്കുന്നുണ്ട്? അപ്പൊ ഈ ഒരു ആശയ ദാരിദ്ര്യം, ദർശന ദാരിദ്ര്യം, ഒരു കാഴ്ചപ്പാടില്ലായ്മ ഈ സഭാ സമൂഹത്തിനുണ്ട്. ഒരു പക്ഷേ ഈ കന്യാസിമാരുടെ ദുഃഖം അതിങ്ങനെ കിനിഞ്ഞ് ഒരു പക്ഷേ ഞാൻ സിസ്റ്റർ റാണിനോട് പറഞ്ഞു, കേരളം മുഴുവൻ കരയാണ്. കേരളം മുഴുവൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവർ 45 മിനിറ്റ് കാണാൻ പറ്റാതെ 10 മിനിറ്റ് അവർ കാണും, അത് ഓഫ് ചെയ്യും, അവർ വിങ്ങിക്കരയും. പുരുഷന്മാരാണ് വിളിച്ച് പറഞ്ഞത്. നിങ്ങളുടെ ആ ഇൻ്റർവ്യൂ കണ്ടിട്ട് അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പതുക്കെ ചിരിച്ചു തുടങ്ങുമോ? നിങ്ങളിനി കരയണ്ട, കാരണം കേരളം അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ ഏറ്റെടുക്കൽ സഭാ സമൂഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് മനുഷ്യർക്കുണ്ട്, അവർ പലതും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ അവർ ഈ യേശു എന്ന് പറയുന്ന മനുഷ്യൻ്റെ യഥാർത്ഥ മൂല്യങ്ങളിൽ അടിയുറച്ച് ജീവിക്കാത്തത് കൊണ്ടായിരിക്കാം ഇവരുടെ ദുഃഖത്തെ, ഇവരുടെ ദാരിദ്ര്യത്തെ കാണാതിരുന്നു. ഒരുപക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, ആയിരക്കണക്കിന് കന്യാസികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും വിചാരിക്കുന്നത് അവരെ ഈ സമരം അപമാനിച്ചു എന്നാണ് പറയുന്നത്. ഒരുപാട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളായ കന്യാസികൾ എന്നോട്, ഒരു കന്യാസ്ത്രീ ആ സമരം കഴിഞ്ഞപ്പോൾ എന്നോട് ആക്രോശിക്കുകയായിരുന്നു, ഈ സമരം ഞങ്ങളെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ വെച്ചാൽ 99% ആടുകളെ വിറ്റ് ഒരെണ്ണത്തിൻ്റെ പിന്നാലെ പോകണമെന്ന് പറഞ്ഞ് യേശുവിനല്ലേ നമ്മൾ പിന്തുണയ്ക്കുന്നത്? 99 നല്ല മിടുക്കന്മാരും മിടുക്കികളായ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്, അവർക്ക് യാതൊരു കുഴപ്പമില്ല.
അതുകൊണ്ട് എന്തിനാണ് ഒരാളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നതാണോ എന്നാ ചോദിക്കുന്നത്? അല്ലല്ലോ. 99 പേരെ മാറ്റി നിർത്തിയിട്ട് ഒരെണ്ണത്തിന്റെ പിന്നാലെ പോകണം എന്നല്ലേ യേശു പറഞ്ഞിരിക്കുന്നത്? അതല്ലേ നമ്മുടെ മൂല്യം? അപ്പൊ ആ വ്യക്തിയുടെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വ്യക്തിയുടെ ജീവിതാവസ്ഥ, മാനസികാവസ്ഥ, അവന്റെ അനുഭവങ്ങൾ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് യേശു പ്രതികരിച്ചത്. മഹാഭൂരിപക്ഷം വരുന്ന കത്തോലിക്കർ, ഒരുപക്ഷെ നിശബ്ദരായ ഒരുപാട് പേര്, ഒരുപക്ഷെ സഭയ്ക്കെതിരെ സംസാരിക്കുന്നത് അത് തെറ്റാണെന്നോ, അല്ലെങ്കിൽ അത് സംസാരിച്ചാൽ ശരിയാവില്ല എന്നോ, അല്ലെങ്കിൽ ഈ ഒരു വലിയ മത ഭരണകൂട വ്യവസ്ഥക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ ഈ സാധാരണ ജനങ്ങൾക്ക് അത് ഞങ്ങളങ്ങനെ ചെയ്യേണ്ടതാൽ ശരിയാവുമോ, ഞങ്ങളുടെ ജീവിതം താറുമാറാകുമോ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടായിരിക്കാം സഭാസമൂഹം ഇടപെടാത്തത്. പക്ഷേ ഈ സമരങ്ങൾ, ഈ തുറന്നു പറച്ചിലുകൾ, ഈ പുറത്തേക്കുള്ള വരവ് സഭാസമൂഹത്തിൽ ഒരു പുതിയ വെളിച്ചം, ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു മാറ്റം അതിന് തുടക്കമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയ്ക്കും മനുഷ്യത്വം നഷ്ടപ്പെട്ട, അത്രയ്ക്കും കരുണയില്ലാത്ത, അത്രയ്ക്കും മനുഷ്യത്വമില്ലാത്ത, അത്രയ്ക്ക് വെളിച്ചമില്ലാത്ത, എനിക്ക് വെളിച്ചം വേണ്ട എന്ന് വാശി പിടിക്കുന്നവർക്ക് മാത്രമാണ് റാണിറ്റിനെ കുറ്റപ്പെടുത്താൻ പറ്റുക. റാണിറ്റിന്റെ മുഖം കണ്ട്. കാരണം അവർ സംസാരിക്കുന്നത് അവരുടെ മുഖവും അവരുടെ ശരീരവും, അവരുടെ വാക്കുകൾ മാത്രമല്ലല്ലോ, അവരുടെ കണ്ണ്, അവരുടെ മുഖം, അവരുടെ മുഴുവനോട് കൂടിയാണ് അവർ സംസാരിക്കുന്നത്. അത് കേരളത്തിൽ വളരെ വ്യക്തമായി ആ സന്ദേശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സഭാസമൂഹവും ഏറ്റെടുക്കുമെന്നാണ്. ഒരുപക്ഷെ പുതിയ കാലത്ത് അത് ഏറ്റെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഏറ്റെടുക്കാതിരുന്നാൽ ഈ സഭാ സംവിധാനം ചീഞ്ഞ് തകർന്ന് തരിപ്പണമാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നമ്മൾ സഭാ ഭരണകൂടത്തിന്റെ കാര്യങ്ങളാണ് ഇത്ര നേരം സംസാരിച്ച്. ഇനി തിരിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ, നമ്മളെ ഭരിക്കുന്ന സ്റ്റേറ്റിന്റെ ഇതേ നീതി നിഷേധം തന്നെയാണ് സഭ എങ്ങനെ പെരുമാറിയോ അതിന്റെ വേറൊരു രൂപത്തിലാണ് സ്റ്റേറ്റ് ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. ഏറ്റവും 4 വർഷം കാത്തിരുന്നു കഴിഞ്ഞ് അവരൊരു അഭിമുഖം കൊടുക്കുമ്പോൾ അവർ പറയുന്നത് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കാനുള്ള അനുമതിക്ക് വേണ്ടി പലതവണ സർക്കാരിനെ സമീപിച്ചിട്ടും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രി തന്നെ അതിന്റെ സാങ്കേതികത്വം പറഞ്ഞിട്ട് അതിനെ നള്ളിഫൈ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ അതിനുശേഷം കണ്ടു. അപ്പൊ ഈ നീതി നിഷേധം സഭയ്ക്ക്, അല്ലെങ്കിൽ യേശുവിനെ അറിയാത്ത സഭാ നേതൃത്വമുള്ള സഭയിൽ മാത്രമല്ല, ഒരുപക്ഷെ നിയമം അറിയാത്ത അല്ലെങ്കിൽ ജനങ്ങളെ മനസ്സിലാവാത്ത ഭരണ നേതൃത്വത്തിലുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അവൾക്കൊപ്പം എന്ന് പറയുന്നതിൽ, ഈ വാചകമടിക്കപ്പുറത്തേക്ക് അവൾക്കൊപ്പം എന്ന് പറയുന്നതിൽ അവര് റാണിറ്റിന്റെ അഭിമുഖത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. വാചകമല്ലല്ലോ, പ്രവൃത്തിയാണല്ലോ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് ഒരു എരയുടെ ഇത്രയും പ്രമാദമായ കേസിൽ, പ്രമാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പേരും പെരുമയും കിട്ടിയെന്നല്ല, എതിരെ നിൽക്കുന്നവർ അതിഭീകരന്മാരാണ്, ഭീകരമായ വ്യവസ്ഥയിലുള്ള ആൾക്കാരാണ്. പണമുണ്ട്, ജനസ്വാധീനമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, സാമൂഹിക സ്വാധീനമുണ്ട്, എല്ലാം അവർക്ക് തികഞ്ഞിരിക്കുന്ന ആളുകളാണ്. ഇപ്പുറത്ത് നിൽക്കുന്നവരോ ദാവീദും ഗോലിയാത്തും പോലെയാണ്. പണമില്ല, ജനമില്ല, സംഘടനയില്ല, പ്രസ്ഥാനത്തിൽ ഒന്നുമില്ല അവരുടെ കയ്യിൽ. വട്ടപൂജ്യമാണ് അവര്. സത്യം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ദാവീദിന്റെ മുമ്പിൽ നിൽക്കുന്ന കല്ലും കവണയായിട്ട് നിൽക്കുന്ന ദാവീദിനെ പോലെയാണ് ഗോലിയാത്ത് നിൽക്കുന്നത്. അതുപോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അത്രയും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഒരു കടലും ഒരു ഗ്ലാസ് വെള്ളവും തമ്മിലുള്ള വ്യത്യാസം പോലെയാണത്. അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കിട്ടിയത് കൊണ്ട് നമുക്ക് നീതി കിട്ടുന്നോ, അല്ലെങ്കിൽ ഇവർക്ക് നീതി കിട്ടുന്നോ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അവർക്ക് നീതി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മറിച്ചാവാൻ കാര്യമില്ല. ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിൽ, മധു കേസിലൊക്കെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി. പിന്നെ മന്ത്രി അങ്ങനെ പറയുന്നതിന് അർത്ഥമില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുക്കരുതല്ലോ. എത്രയോ കേസുകളിൽ സർക്കാരിന് താല്പര്യമുള്ള വിഷയങ്ങളിൽ എത്രയോ വക്കീലന്മാരെ സുപ്രീം കോടതിയിൽ നിന്ന് 75 ലക്ഷവും 80 ലക്ഷവും ഒക്കെ കൊടുത്ത് വക്കീലന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആണ്. അവിടെ ഹൈക്കോടതിയിലുള്ള പ്രോസിക്യൂട്ടർമാരല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കാലത്ത് ഹൈക്കോടതിയിൽ നിലവിൽ നമ്മൾ അങ്ങനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കീഴ്വഴക്കമുണ്ട്. മാത്രമല്ല, ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു കീഴ്വഴക്കം എന്തുകൊണ്ടും ഉണ്ടാക്കിക്കൂടാ. ഈ രാഷ്ട്രീയ നേതാക്കളെ, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും മധ്യമപക്ഷമാണെങ്കിലും, ഇവരെല്ലാവരും ചിന്തിക്കുന്നത് മെത്താൻ പറഞ്ഞാൽ ഈ ജനം മുഴുവനും വരിയായിട്ട് നിന്ന് വോട്ട് ചെയ്യുന്നതാണ്. അതിനെ എനിക്ക് ഏത് വാക്കുപയോഗിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഒരു മനുഷ്യന് ഏത് മനുഷ്യൻ ഒന്ന് പറയൂ, ചരിത്രത്തിൽ എവിടെയാണ് ഈ കാലത്ത് ഒരു മെത്രാൻ പറഞ്ഞതിന്റെ പേരിൽ 10 വോട്ട് കെട്ടിക്കാൻ നിങ്ങൾ എന്നോട് പറയൂ. ഉമാ തോമസിന്റെ ഇലക്ഷൻ നടന്നല്ലോ. സഭയുടെ ഒരു ലിസി ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് പത്രസമ്മേളനം നടത്തിയത്. എത്ര വോട്ട് കിട്ടി? 12,000 വോട്ട് കിട്ടിയ പി ടി തോമസിൽ നിന്ന് 25,000, നേരെ ഇരട്ടി വോട്ടാണ് ഉമാ തോമസിന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ ആ കാൻഡിഡേറ്റ് മെത്രാൻ അടക്കമുള്ള ആളുകൾ അധികാരി വർഗത്തിന്റെ കാൻഡിഡേറ്റും ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ മുഴുവൻ പിന്തുണ ഉണ്ടായിരുന്നു. ജനമാർക്ക് വോട്ട് ചെയ്തു. എത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിയാണ്. ഈ പ്രാവശ്യം സമുദായ നേതാക്കന്മാർ പറഞ്ഞു, മത നേതാക്കന്മാർ പറഞ്ഞു, അവര് പറഞ്ഞിടത്താണോ ജനം വോട്ട് കുത്തിയത്? അല്ലല്ലോ. ഇവർ പറഞ്ഞാൽ വോട്ട് ചെയ്യില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ എന്താണ് ഇവർ വൈകുന്നത്? ഞാനൊരു ഒരു നല്ല രസകരമായപ്പോൾ അത് രാജു പി നായർ എന്ന് പറഞ്ഞു, കോൺഗ്രസിന്റെ നേതാവ്. അദ്ദേഹം ഇലക്ഷനിൽ ജയിച്ചത് അദ്ദേഹം ഒരു നായർ സമുദായത്തിൽ നിന്നുള്ള ആളാണ്. നായർ സമുദായത്തിന് വളരെ പ്രാമുഖ്യമുള്ള ഒരു പ്രദേശത്ത് നിന്നാണ് ജയിച്ചത്. അപ്പൊ അദ്ദേഹം ഇലക്ഷനിൽ നിന്നത് എനിക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് നിന്നതെന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ എതിരാളികൾ ഒരു ചെറിയൊരു പണി ചെയ്തു. ഇയാൾ നിരീശ്വരവാദിയാണ്, ഇയാൾ ഒരു ക്ഷേത്രത്തിൽ പോവില്ല, ഇയാൾ ഒരു NSS കരയോഗത്തിൽ അംഗമല്ല. അപ്പൊ എതിരാളികൾ പ്രചരിപ്പിച്ചു, വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് നീ ഏത് നായർ കരയോഗത്തിലാണ്, NSS ഏതിലെ അംഗമാണെന്ന് ചോദിക്കണം, നീ ഏത് ക്ഷേത്രത്തിലാണ് പോകുന്നതെന്ന് ചോദിക്കണം. ഇത് രണ്ടും പോകുന്ന ആളല്ലല്ലോ. ഇപ്പൊ രാജു പി നായർ ഒരു കാര്യം ചെയ്തു, ഒരു ചെറിയ നോട്ടീസ് ഉണ്ടാക്കിയിട്ട് ആള് കൃത്യമായിട്ട് ആളുടെ നിലപാട് പറഞ്ഞു. ഞാൻ നിരീശ്വരവാദിയാണ്, ഞാൻ ക്ഷേത്രത്തിൽ പോവില്ല, ഞാൻ ഒരു NSS കരയോഗത്തിലെ അംഗമല്ല എന്ന് പറഞ്ഞ് നോട്ടീസ് തയ്യാറാക്കി എല്ലാ വീട്ടിലും എത്തിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിനേക്കാളും അദ്ദേഹത്തിന്റെ സമുദായത്തിലെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ജയിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടിലാണ് ഇയാൾ ജയിച്ചത്. എന്താണ് ജനത്തിന്റെ നിലപാടിനാണ് കേരള സമൂഹത്തിന് ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് മനസ്സല്ല കേട്ടോ, അത് ഇടതുപക്ഷ മനസ്സ്. അത് കോൺഗ്രസ്സുകാരനാണെങ്കിലും അത് BJPക്കാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനായാലും അതിലൊരു ഇടതുപക്ഷ മനസ്സുണ്ട്. ഈ ഇടതുപക്ഷ മനസ്സെന്ന് പറഞ്ഞാൽ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സാണ്. പ്രത്യേകിച്ച് അധികാരികൾ, നിലപാടുള്ള ആൾക്കാർക്ക് അവർ വോട്ട് ചെയ്തു. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പൊ രാഷ്ട്രീയ നേതൃത്വം? ഇനി മറ്റൊരു കാര്യമുണ്ട്. നടി കേസും കന്യാസ്ത്രീ കേസും നമ്മോട് പറയുന്ന മറ്റ് ഈ നീതിന്യായ സംവിധാനത്തിലെ വിള്ളലുകൾ അത് വളരെ വലുതാണ്. എന്തുകൊണ്ടാണ് 13 പ്രാവശ്യമല്ല 13,000 പ്രാവശ്യം അതിക്രമത്തിന് വിധേയമായാലും കോടതിയിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ പോകരുത് എന്ന് എനിക്ക് ഈ ജനത്തോട് വിളിച്ചു പറയണമെന്നൊരു സ്ത്രീ പറയുന്നതിന്റെ അവസ്ഥ എന്താണ്? വിചാരണ. എന്തുകൊണ്ടാണ് നടി നമ്മോട് ജേണി ആവശ്യപ്പെട്ടു, എനിക്ക് പരസ്യമായിട്ടുള്ള വിചാരണ മതി, രഹസ്യമായ വിചാരണ വേണ്ട. എന്തുകൊണ്ടത് അത് പരസ്യമാക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ രഹസ്യ വിചാരണ വേണം എന്ന് പറയുന്നത്? നടിയുടെ ഐഡന്റിറ്റി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ എരയുടെ ഐഡന്റിറ്റി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. എരയ്ക്ക് വേറെ സംരക്ഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവരാവശ്യപ്പെട്ടു. എന്തുകൊണ്ട്? അപ്പൊ നിയമത്തിൽ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നിയമം മാറ്റണ്ടേ? എന്തുകൊണ്ടാണ്? ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 20-30 വക്കീലന്മാർ ഇവർക്കെതിരെ നിൽക്കുന്നു, 2 വക്കീലന്മാരും 1 വക്കീലും ഇവരുടെ ഭാഗത്ത് നിൽക്കുന്നു. സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, കളിയാക്കി ചിരിക്കുന്നു, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഏറ്റവും കൂടുതൽ ഏകാന്തത അനുഭവിച്ചത് ഞാൻ കോടതി മുറിയിലാണെന്നാണ് നടി തുടങ്ങുന്നത്. ഇവിടെ ഒരു ജനാധിപത്യ ക്രമത്തിൽ നിയമവ്യവസ്ഥയിൽ മാറ്റം ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ കോടതി അലക്ഷ്യം എന്ന് പറയുന്ന ഒരു നിയമക്കെടുത്ത് മാറ്റിക്കളയേണ്ട കാലമാണ്. കാരണം ഇവിടുത്തെ പ്രധാനമന്ത്രിയെ, പ്രസിഡന്റിനെ ഒക്കെ നിങ്ങൾക്ക് വിമർശിക്കാം. എന്തുകൊണ്ട് ഒരു ജഡ്ജിക്ക് മാത്രം ഒരു ഇമ്മ്യൂണിറ്റി? ഇത് റീതിങ്ക് ചെയ്യേണ്ട, ഒരു പുനരാലോചനയ്ക്ക് വിഷയമാക്കേണ്ട ഒരു കാലമാണ്. അപ്പൊ അത് ഒരു മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പൊ ലോ ആൻഡ് ഓർഡർ തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. വികസിത രാജ്യങ്ങളിൽ ലോ ആൻഡ് ഓർഡർ അല്ല അന്വേഷണം നടത്തുന്നത്, അത് വേറെ ഡിപ്പാർട്ട്മെന്റാണ്. അപ്പൊ ആ വേറെ ഡിപ്പാർട്ട്മെന്റ് ഒരു സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും ലോ ആൻഡ് ഓർഡർ ആഭ്യന്തര വകുപ്പിൽ നിൽക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് നമുക്ക് എന്തുകൊണ്ടൊരു നിയമം, ഒരു ലെജിസ്ലേഷനെ പറ്റി നമുക്ക് ആലോചിച്ചു. നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ട് കുറേ, പക്ഷെ അത് നടപ്പിലാക്കാത്ത പ്രശ്നമാണ്. അതെ. അപ്പൊ ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ തന്നെ രാഷ്ട്രീയ സംവിധാനത്തിലും നീതിന്യായ സംവിധാനത്തിലും ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. നീതി കിട്ടിയാൽ പോരാ, നീതി കിട്ടുമെന്ന് ഇറക്കി അതിജീവിതമാർക്ക് ബോധ്യപ്പെടുകയും വേണ്ട. അങ്ങനെയാണല്ലോ ഒരു നീതിന്യായ സംവിധാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഒരുപാട് മറ്റ് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളും കൂടിയിട്ടാ. ഇപ്പൊ വാളയാർ കേസിൽ അതിന്റെ നേതൃത്വത്തിൽ തന്നെ അച്ഛൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയാം. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ നിങ്ങൾ പറയാൻ ശ്രമിച്ചൊരു കാര്യം, ആ പ്രദേശത്തെ ഒരുപാട് കേസുകൾ
ഈ തരത്തിൽ വളയാറിലെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ കൊല്ലപ്പെട്ടത്, സമാനമായ ഒരുപാട് കേസുകൾ ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുള്ള എൻ്റെ റിപ്പോർട്ടുകൾ പലതരത്തിലുള്ളത് വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊരു തുടരന്വേഷണമോ അതിനകത്തൊരു മുന്നോട്ട് പോക്കോ ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ചിട്ട് അച്ഛൻ എന്താ പറയാനുള്ളത്? തീർച്ചയായും നമ്മൾ ഈ കേസുകളെല്ലാം ഈ കുട്ടികളെ നടിയെ ആക്രമിച്ച കേസാണെങ്കിലും കന്യാസ്ത്രീ ആരോപണ കുട്ടികളുടെ കേസാണെങ്കിലും ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതെല്ലാം വളരെ ദുർബലമായ വൾനറബിലിറ്റിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന മനുഷ്യരാണ്. പ്രത്യേകിച്ച് ഇപ്പൊ നടിയുടെ കേസിലും കന്യാസ്ത്രീ കേസിലും ഒക്കെ പൊതുസമൂഹത്തിന്റെ ജാഗ്രതയും പൊതുസമൂഹത്തിന്റെ ഉണർന്നെഴുന്നേൽപ്പും പൊതുസമൂഹത്തിലെ പിന്തുണയും വളരെ ശക്തമായിട്ടുണ്ട്. അതിശക്തമായ ഭരണകൂടത്തിൽ അതിശക്തമായ സ്വാധീനമുള്ള രാഷ്ട്രീയ സ്വാധീനവും പണസ്വാധീനവും ഭരണകൂടത്തിൽ സ്വാധീനമുള്ള വ്യക്തികളായതുകൊണ്ടാണ് അതിനൊക്കെ മറികടക്കാൻ അവർക്ക് പറ്റുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, രണ്ടാമത്തെ ഇപ്പോൾ വളയാർ കേസ് കുട്ടികളുടെ കേസ് അന്വേഷിക്കുന്ന രണ്ടാമത്തെ CBI ടീമാണ്. ഈ രണ്ടാമത്തെ CBI ടീം അപ്പനും അമ്മയും പ്രതിയാക്കിയാണ് കുറ്റപത്രം. അതൊരു സ്വപ്നം, അത് എഴുതി വെച്ചിരുന്ന കഥയാണ്. ആ കുറ്റപത്രം വായിക്കുമ്പോൾ ഒരു CBI പോലത്തെ ഇത്ര ഒരു നാഷണൽ ഏജൻസി എങ്ങനെയാണ് ഇത്രയും ഒരു അന്തസാരശൂന്യമായ ഒരു അന്വേഷണം നടക്കുകയും കുറ്റപത്രം നടക്കുകയും നമുക്ക് അത്രയും കഥയാണ് എഴുതി വെച്ചത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം 28 കുട്ടികളുടെ ആത്മഹത്യകൾ ആ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ ഒരു 3 പോലീസ് സ്റ്റേഷനിലെ അതിർത്തി 28 കുട്ടികളുടെ ആത്മഹത്യ നടന്നിട്ടുണ്ട്. എന്തിനാണ് ഈ കഥ അവർ അവിടെ കൊണ്ടുവന്നേ? ഈ 2 കുട്ടികൾ ആത്മഹത്യ ചെയ്തതാണ് എന്ന് സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് 28 കുട്ടികൾ ആത്മഹത്യകൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ആ പ്രദേശങ്ങളിൽ ആത്മഹത്യ വളരെ സർവ്വസാധാരണമാണ്, അതുകൊണ്ട് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്തതാണ് ഇത് പറയാൻ വേണ്ടിയാ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, 28 കുട്ടികളുടെ ആത്മഹത്യകളുടെ വിശദാംശങ്ങൾ FIR എടുത്തു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തു. ഞങ്ങൾ വിശദമായ പരിശോധനകൾക്ക് പ്രത്യേകിച്ച് ഫോറൻസിക് സർജന്മാരെ ഞങ്ങൾ കാണിച്ചു. അവരാണ് പറഞ്ഞത് 15ഓളം ഈ കേസുകൾ 15ഓളം അത് ദുരൂഹമായ മരണങ്ങളാണ്, അത് കൊന്നു കെട്ടിത്തൂക്കിയതായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഒരു പൊതു താല്പര്യ ഹർജി തയ്യാറാക്കി ഹൈക്കോടതി കൊടുത്തു. ഹൈക്കോടതി അത് രജിസ്റ്റർ ചെയ്തു. ഹൈക്കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും? അപ്പോൾ ഒന്ന് ആലോചിക്കണം, കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ 2023-24 കാലഘട്ടങ്ങളിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതിലൊരു 10 വർഷത്തെ കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. 2012-ലോ 2011-ലാണ് പോക്സോ കേസ് കേരളത്തിൽ നടപ്പിൽ. 2012 2013 തുടങ്ങിയുള്ള കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. 2013-ൽ 1002 കേസുകളും 2023 4663 കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷെ 100 കേസുണ്ടാകുമ്പോൾ 100 സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 10 സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ കേരളത്തിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. നമുക്കറിയാലോ, ഈ സംഭവങ്ങൾ ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി ഇപ്പം നമ്മുടെ മകൾ അല്ലെങ്കിൽ പെങ്ങൾ ആക്രമിക്കപ്പെട്ടു, ആ മാതാപിതാക്കൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടില്ല. കാരണം പേടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇത് പുറത്തു വന്നാൽ മാനക്കേടാണെന്നാണ് പൊതുസമൂഹം ചിന്തിക്കുന്നത്, അപമാനകരമാണെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരിക്കലും പോവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100 കേസുണ്ടാകുമ്പോൾ 10 കേസായിരിക്കും ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ FIR ആയിട്ട്. ഈ 10 കേസുകളിൽ നമ്മൾ കാണുന്നത് 2% കൺവിക്ഷൻ റേറ്റ് ഉള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കുന്നില്ല. അന്വേഷണം നടക്കാത്തതിൻ്റെ പേരിൽ പ്രോസിക്യൂഷൻ ശരിയല്ല. അതുകൊണ്ട് ജഡ്ജ്മെന്റ് ഇപ്പോൾ വളയാർ കേസ് തള്ളിക്കളഞ്ഞുകൊണ്ട് വളയാർ കേസിലെ ലോവർ എല്ലാ പ്രതികളും വെറുതെ വിട്ട ആ കേസ് ആ ജഡ്ജ്മെന്റ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഒരു വിധി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജുഡീഷ്യൽ ഓഫീസേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം. എങ്ങനെയാണ് പോക്സോ കേസ് നമ്മൾ നോക്കേണ്ടത്? ഈ ജഡ്ജ് ഷുഡ് നോട്ട് ബി എ മ്യൂട്ട് സ്പെക്ടേറ്റർ എന്ന് ഏതോ വിധിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. മ്യൂട്ട് സ്പെക്ടേറ്റർ അങ്ങനെ നിസ്സംഗമായിട്ട് നോക്കിയിരിക്കാൻ പാടില്ല, അദ്ദേഹം സക്രിയമായിട്ട് അതിൽ ഇടപെടണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവത്തിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തിൽ വളയാർ കേസൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പരിഗണിക്കുമ്പോൾ വളരെ ശക്തമായ വളരെ അക്ഷന്തവ്യമായ വീഴ്ചയാണ് ശരിക്കും ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തിലുള്ളത്. പോലീസ് സ്റ്റേഷനിൽ തുടങ്ങി ഇതിൻ്റെ കോടതി വരെ എത്തി നിൽക്കുന്ന വീഴ്ചകളുള്ളത്. പല കേസുകളും കൃത്യമായി അന്വേഷിക്കപ്പെടുന്നില്ല. ആദ്യം അതിനെപ്പറ്റി വിവരം കിട്ടുമ്പോൾ തന്നെ അത് ആത്മഹത്യയാക്കി എഴുതിത്തള്ളിയാണ് പോലീസ് ചെയ്യുന്നത്. ഒരു അന്വേഷണം നടക്കുന്നില്ല. ദുരൂഹത അവിടെ ഏറെയുണ്ട്. ദുരൂഹമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല. വളരെ കുട്ടികൾ ആത്മഹത്യയിൽ തന്നെ ഇത് ഹോമിസൈഡൽ അത് ഒന്ന് കെട്ടിത്തൂക്കിയതല്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അന്വേഷണം നടന്നിട്ടില്ല. 2 കുട്ടികൾ, ആദ്യത്തെ
കുട്ടീനെ കൊല്ലപ്പെട്ടപ്പോൾ രണ്ടാമത്തെ കുട്ടി പറഞ്ഞിട്ടുണ്ട് 2 പേർ മുഖം മറച്ചുകൊണ്ട് ഇവിടുന്ന് പോയി എന്ന് ഈ കുട്ടി കണ്ടിട്ടുണ്ട്. അതിനുശേഷം വളരെ 52 ദിവസങ്ങളിൽ രണ്ടാമത്തെ കുട്ടി കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു നീതിന്യായ സംവിധാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി അങ്ങേ അറ്റത്ത് വരുമ്പോൾ ഒരുപാട് പാളിച്ചകളുണ്ട്, വിള്ളലുകളുണ്ട്. അതിനെ ഇരകൾക്കൊപ്പം എന്ന് പറയുമ്പോൾ തന്നെ ആ വിള്ളലുകൾ എന്താണ്, ആ കുഴപ്പങ്ങൾ എന്താണ്, ആ വീഴ്ചകളെ, ഈ സംവിധാനത്തിലുള്ള വീഴ്ചകൾ എന്താണ്, ഇത് പരിശോധിച്ച് ആ വിള്ളലുകളും വീഴ്ചകളും കുറവുകളും ഇല്ലാതാക്കാനുള്ള ഒരു ജാഗ്രത കേരള സമൂഹവും അതിൻ്റെ ഫലമായി ഇവിടുത്തെ ഭരണകൂട വ്യവസ്ഥകളും ഉണ്ടാക്കണമെന്നാണ് നമുക്കിതിൽ നിന്ന്, ഈ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങളിങ്ങനെ ഭയങ്കര രൂക്ഷമായിട്ട് സംസാരിക്കുമ്പോഴേ സഭാ നേതൃത്വത്തിനെതിരെ അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർക്കും അപ്പുറത്തേക്ക് അതിരൂക്ഷമായ ഭാഷയിൽ സഭാ നേതൃത്വത്തിനെതിരെ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് മറ്റു പല അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട്, വട്ടോലിക്ക് അത് പറയാം, വട്ടോലിക്ക് അതിന് ധൈര്യമുണ്ട്, ഞങ്ങൾ അത്ര എത്തിയിട്ടില്ല എന്നൊക്കെ തമാശ പറഞ്ഞിട്ടുള്ള വൈദികരുണ്ട്. നിങ്ങൾ സ്വയം അതിനകത്ത് എങ്ങനെയാണ് പ്രതിഷ്ഠിക്കുന്നത് സഭയ്ക്കകത്ത്? 1998 ഞാൻ അച്ഛനായത്. 87 സെമിനാരിയിൽ ചേരുന്നു. സെമിനാരിൽ ചേരുന്ന കാലത്തൊന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു പക്ഷേ ജനകീയ സമരങ്ങളിലൂടെ കിട്ടിയ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ പൂനമല്ലി സെമിനാരിയിൽ വെച്ച് ലിബറേഷൻ തിയോളജി എന്ന് പറയുന്ന ആ ദൈവശാസ്ത്ര ശാഖ അത് കണ്ടുമുട്ടാനും അത് പകർന്നു തന്ന വൈദികർ, ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന ചില വൈദികരെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അവരാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബോധം നൽകിയത്. പിന്നെ നമ്മൾ ജീവിച്ചു വളർന്ന നമ്മുടെ സാഹചര്യങ്ങൾ. ഞാൻ അന്നനാട് സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ പാമ്പൂത്തറ എന്ന് പറയുന്ന ഒരു നാട്ടിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെയൊക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, ആഴത്തിലുള്ള സൗഹൃദങ്ങൾ ഈ അന്നാട്. ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രേഖ എന്ന് പറയുന്ന എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരാൾ, ഷിജു എന്നാണ് എൻ്റെ ഒഫീഷ്യൽ പേര്, ഷിജു, അഗസ്റ്റിൻ എന്നല്ല. അപ്പോൾ ഷിജു, ഞങ്ങൾക്കൊക്കെ നിന്നോട് അത്രയ്ക്കും സ്നേഹമുണ്ട്. കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഭിമാനമുണ്ടെന്ന് ഞാൻ പറയാം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പഠിച്ച നമ്മുടെ സ്കൂളുകളിലും ഞാൻ ജനിച്ചു വളർന്ന നാടുകളും ഇപ്പം ജാതി, മതം, വർഗം അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളൊക്കെ അത്ര ആഴത്തിൽ, കാരണം കളിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ. പഠനമല്ല ഉണ്ടായിരുന്നത്, കളിയാണ്. അപ്പോൾ അങ്ങനെ കളിക്കാനായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പരിപാടികൾ സംഘടിപ്പിക്കുന്ന, ഫുട്ബോൾ മേളകൾ സംഘടിപ്പിക്കുന്ന, ഫുട്ബോൾ മേളകൾക്ക് വേണ്ടിയിട്ട് സിനിമ കാണിച്ച് അതിൽ നിന്ന് പൈസ സംഘടിപ്പിച്ച് ഫുട്ബോൾ മേള കളിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലും നാട്ടിലും നമ്മൾ അനുഭവിച്ച സൗഹൃദം ഉണ്ടല്ലോ, ഈ സൗഹൃദമാണ് നമ്മളെ മുന്നോട്ട് നിൽക്കുന്നത്. അതാണ് നമ്മുടെ മൂലധനം. ചെരുപ്പിട്ട് സ്കൂളിൽ പോയത് 8ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ചെരുപ്പിട്ട് സ്കൂളിൽ പോയത്. അപ്പം നമ്മൾ അന്ന് മണ്ണിൽ ചവിട്ടിയാണ് നടന്നിരുന്നത്, മണ്ണിലാണ് കളിച്ചു വളർന്നത്, പാടത്തും വരമ്പത്താണ് നമ്മൾ ജീവിച്ചത്. അപ്പം ആ അനുഭവങ്ങളായിരിക്കാം നമ്മളെ വീണ്ടും മുന്നോട്ട് പോകാൻ, ഒരു അനീതിക്കെതിരെ നമ്മൾ ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ നമ്മൾ ജീവിക്കണം, പ്രവർത്തിക്കണം എന്നുള്ള ഊർജം നൽകുന്നത് ആ നാടും. പിന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ അപ്പച്ചൻ ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്തു. പക്ഷേ ജീവിതം വളരെ സൗമ്യനായ, അധികമൊന്നും സംസാരിക്കാത്തൊരു പ്രകൃതാണ്. തീർച്ചയായിട്ടും സെമിനാരി ജീവിതകാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഞാനും അധികം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ സീനിയറായിട്ടുള്ളൊരു വൈദ്യൻ ചോദിച്ചു, നീ ഇങ്ങനെ ആയത്? എനിക്കറിഞ്ഞുകൂടാ. ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളാണ് നമ്മളെങ്ങനെ ആക്കി തീർത്തത്. അത് ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഒരു പക്ഷേ ഏറ്റവും പതിതരായ, ഏറ്റവും അശരണരായ മനുഷ്യരെ നമ്മൾ കാണുകയും അവരുടെ ദൈന്യത, അവരുടെ സംഘർഷങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ ആ പരിതോവസ്ഥകൾ അത് നമ്മൾ നേരിട്ട് കാണുകയും കേൾക്കുകയും 2006 ഇന്ത്യയിൽ 3 മാസം ചേരികളിലൂടെ, ഗ്രാമപ്രദേശങ്ങളിലൂടെ ഞാൻ 3 മാസം, ഇന്ന് മൊബൈലൊന്നുമില്ല, മധ്യപ്രദേശിലും ധാരാവിയിലും നോർത്ത് ഈസ്റ്റേൺ റീജിയണിലും ജനങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യാൻ അന്നത്തെ ബിഷപ്പ്മാർ എന്നെ അനുവദിച്ചു. ആ യാത്ര നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ, നമ്മൾ പഠിച്ചതൊന്ന്, നമ്മൾ കാണുന്നത് വേറൊന്ന്, നമ്മൾ ജീവിക്കുന്ന ദർശനങ്ങൾ, അതായത് സെമിനാരിയിൽ പഠിപ്പിച്ചതൊന്ന്, നമ്മൾ കാണുന്നത് വേറൊന്നാണ്. അതിഭീകരമായ ദാരിദ്ര്യത്തിൻ്റെയും അതിഭീകരമായ സംഘർഷങ്ങളുടെയും ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളായിരിക്കാം ഒരു പക്ഷേ നമ്മൾ രൂപപ്പെടുത്തിയത്. നമ്മൾ കണ്ടുമുട്ടിയ മനുഷ്യർ, നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, നമ്മൾ മനനം ചെയ്തെടുത്ത അത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യർ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്.
നമ്മൾ വളർന്ന സാഹചര്യത്തിൽ നമ്മുടെ കൂട്ടുകാരികൾ ഇവരൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മുടെ വീട് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ആയിരിക്കാം നമ്മളെ എന്ന് പറഞ്ഞ മനുഷ്യൻ രൂപപ്പെടുത്തിയത്. ഒരുപാട് കുഴപ്പങ്ങൾ, ഒരുപാട് വീഴ്ചകളും പരാജയങ്ങളും ഒരുപാട് തിരിച്ചറിവില്ലായ്മകളും ഒരുപാട് പൊട്ടത്തരങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വീണ്ടും അതിൽ നിന്ന് വീണ്ടും പഠിച്ച് മുന്നോട്ട് പോകുന്ന വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ചില സന്ദർഭങ്ങളിൽ ഞാൻ അച്ഛനാകേണ്ടതായിരുന്നോ എന്ന് എൻ്റെ എതിരാളികൾ, ഇയാൾ അച്ഛനല്ല, ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനോ, ഇയാള് വേറെന്തെങ്കിലുമൊക്കെ ആവേണ്ടതായിരുന്നു, ഇയാൾ അച്ഛനല്ല എന്ന് എതിരാളികൾ പറയുന്നതിനെ പോലും നമുക്ക് തീർച്ചയായിട്ടും ആ എതിരാളികൾ പറയുന്നത് നമ്മൾ കേൾക്കണം. കാരണം ആ എതിരാളികൾ പറയുന്നതിലാണ് കാര്യമുള്ളത്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും നമ്മളെ ശ്ലാഘിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ എതിരാളികൾ നമ്മളെപ്പറ്റി വളരെ കടുത്ത വിമർശനങ്ങൾ, ആ എതിരാളികൾ നമുക്ക് ഒരുപാട് ബോധം നമുക്ക് നൽകുന്നുണ്ട്. ആ എതിരാളികൾ അവിടെ ഉള്ളതാണ് നമ്മുടെ ഒരു വലിയ ഭാഗ്യം, ബലം. എതിരാളികളിലൂടെയാണ് നമ്മൾ വളരേണ്ടത്. അവരിലൂടെയാണ് നമ്മളെ തന്നെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ ഈ പ്രകൃതിയും കാലവും യേശു എന്ന് പറയുന്ന യേശു ക്രിസ്തു അല്ല, യേശു എന്ന് പറയുന്ന ചരിത്ര പുരുഷനായ ആ മനുഷ്യനെയാണ് നമ്മൾ കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ അവൻ്റെ ഒരു 10,000 കിലോമീറ്റർ അപ്പുറത്തേക്കൊന്നും എത്തിയിട്ടില്ല എന്നും അതിൻ്റെ ഒന്നും ശിഷ്യനാണെന്ന് പറയുമ്പോൾ അതിനുള്ള യോഗ്യത, അങ്ങനെ പറയാനുള്ള യോഗ്യത നമുക്കില്ല എന്ന് 100% നമുക്കറിയാം. പക്ഷേ അങ്ങനെ ജീവിക്കാൻ ഇങ്ങനെ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടത്, ഇങ്ങനത്തെ ഒരു വൈദികനായി അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ അവസരം കിട്ടിയത് കൊണ്ടാണല്ലോ നമുക്ക് കുറേ തിരിച്ചറിവ് നമുക്കുണ്ടായത്. തീർച്ചയായിട്ടും അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ, അവിടുത്തെ ജനങ്ങളെ, പ്രത്യേകിച്ച് ആ വൈദികർ. എനിക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് എൻ്റെ ഒരു ബിഷപ്പ് തന്നപ്പോൾ അന്നൊരു 10-20ഓളം വൈദികർ എനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ചെന്നു. എൻ്റെ നാട്ടിലെ ജനങ്ങൾ, ഞാൻ ജനിച്ച കാടുകുറ്റിയിലെ ജനങ്ങൾ വണ്ടിയും പിടിച്ച് ബിഷപ്പ് ഹൗസിൽ ചെന്ന് അവർ എനിക്ക് വേണ്ടി, ആ ബിഷപ്പ് ഫ്രാങ്കോയുടെ സമരം നടന്ന സന്ദർഭത്തിൽ അന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടക്കുന്ന സന്ദർഭത്തിലാണ് എനിക്ക് അതിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് ഷോക്കോസ് നോട്ടീസ് തരുന്നത്. അപ്പം ഞാൻ മാനസികമായിട്ട് ഒരുങ്ങി, അവരെ പുറത്താക്കണമെങ്കിൽ പുറത്തേക്ക് പോകട്ടെ, കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്യുന്നത് ഈ ജനത്തിന് മനസ്സിലായിട്ടില്ല, ഈ വ്യവസ്ഥയ്ക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലായിട്ടില്ല എങ്കിൽ, അതവർ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തുടരുന്നതിൽ അർത്ഥമില്ല. ഐ ഷുഡ് ക്വിറ്റ്. ഞാൻ പുറത്തേക്ക് പോകണം. ഞാൻ മാനസികമായിട്ട് പുറത്തു പോകാൻ ഞാൻ റെഡിയായി. പക്ഷേ ജനങ്ങളുടെ വൈദികർ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ അതിശക്തമായ പ്രതികരണമാണ് അന്നുണ്ടായത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സഭയിൽ നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വലിയ പിന്തുണ ആ ജനങ്ങളും വൈദികരും എൻ്റെ പ്രവർത്തനങ്ങൾക്കല്ല, നമ്മൾ യേശുവിൻ്റെ വിഷയങ്ങളാണ് അത് മനസ്സിലാക്കുന്ന ജനം, മനസ്സിലാക്കുന്ന വൈദികർ വലിയ അളവിൽ. ഇപ്പം കന്യാസ്ത്രീമാർ ഒരു ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് പോയിരുന്നു. അതിനുള്ള പണമൊക്കെ നൽകിയത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എൻ്റെ സുഹൃത്തുക്കളായ വൈദികരാണ്. ആ കന്യാസ്ത്രീമാരെ പിന്തുണച്ചുകൊണ്ട് 13 പേരാണ് സമരപ്പന്തലിൽ വന്നത്. എറണാകുളം അങ്കമാലി ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന സമരപ്പന്തലിലേക്ക് ഉടുപ്പിട്ട് വരുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആ വൈദികർ വന്നപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി, വലിയ വ്യക്തികൾ അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഒരാൾ വന്നപ്പോഴും മുഴുവൻ ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ വൈദ്യർ അവിടെ നിന്ന് കടന്നു വരുമ്പോൾ അതിൽ നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, അതിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു രംഗം കണ്ട് ഞാൻ കൺകുളിർന്ന് സന്തോഷിച്ചതാണ്. അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരാണ് അന്ന് വന്നത്. അവരാണ് ഇത്തരത്തിലുള്ള മുഴുവൻ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. അതിൽ മെത്രാന്മാരുണ്ടായിരുന്നു. ഈ കേരളത്തിലെ ഒരുപാട് മെത്രാന്മാർ നമ്മുടെ, പിന്നെ സഭാവിരുദ്ധമായി ചിത്രീകരിച്ചത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അത് പറയുമ്പോഴായിരിക്കാം, അതൊരു കാലം കഴിയുമ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ രാഷ്ട്രീയവും നമ്മൾ പറയുന്നതിൻ്റെ ആത്മീയതയും അവർ മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല. മഹാശ്വേതാദേവി പറഞ്ഞൊരു വാചകം, ഇറോം ശർമ്മലയുടെ 10ാമത്തെ വർഷ സമരം, ആ സമരത്തിൻ്റെ ആ ദിവസം ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ജോഷി ജോസഫും ഞാനും മഹാശ്വേതദേവി, ദയാബായി, പിന്നെ ജോഷിച്ചാൻ്റെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു വാചകം, അത് ഗംഭീരമായ വാചകമാണ്. അവരുടെ സ്ട്രഗിൾ, ഈ റോം ഷർമ്മയുടെ സമരത്തെപ്പറ്റി മഹാശ്വേതാദേവി എന്ന് പറയുന്ന ഏറ്റവും മനുഷ്യത്വം നിറഞ്ഞ ആ സ്ത്രീ പറഞ്ഞൊരു വാചകമാണ്,
എ സ്ട്രഗിൾ ഈസ് ഹൈലി പൊളിറ്റിക്കൽ ആൻഡ് ഡീപ്ലി സ്പിരിച്വൽ. അവർ മതത്തിലോ ദൈവത്തിലോ പൗരോഹിത്യത്തിലോ ഒന്നും വിശ്വസിക്കുന്ന ആളല്ല, പക്ഷെ ആ വാക്ക് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഹയർ സ്ട്രഗിൾ ഈസ് ഹൈലി പൊളിറ്റിക്കൽ ആൻഡ് ഡീപ്ലി സ്പിരിച്വൽ. നിങ്ങൾ സ്പിരിച്വലാണ്, നിങ്ങൾ ആത്മീയനാണ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കലാണ്. നിങ്ങൾ പൊളിറ്റിക്കലായാൽ നിങ്ങൾ സ്പിരിച്വലാവും. അത് ഓട്ടോമാറ്റിക്കാണത്. നിങ്ങൾ പൊളിറ്റിക്കലായാൽ നിങ്ങൾ പരസ്പര പൂരകമാണ്. നിങ്ങൾ പൊളിറ്റിക്കലായാൽ നിങ്ങൾ ആത്മീയമാണെന്ന് പറയാം. നിങ്ങൾ അരാഷ്ട്രീയ, നിങ്ങൾ അപ്പൊളിറ്റിക്കൽ ആണെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ, നിങ്ങൾക്ക് ആത്മീയത ഇല്ല.